ഇസ്രയേലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം ഒരു സമാധാനത്തിലേക്ക് എത്തുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. കാരണം ലോകത്തിന് അത്രയേറെ പ്രതിസന്ധി അനുഭവപ്പെടുകയാണ്. ഒരു വശത്ത് പട്ടിണിയാണ്, മറുവശത്ത് എണ്ണ പ്രതിസന്ധി മൂലം ദൈനംദിന ജീവിതം ആകെ മൊത്തത്തിൽ താറുമാറാവുകയാണ്. ഇനി പശ്ചിമേഷ്യയുടെ അവസ്ഥയാണെങ്കിൽ അതീവ ഗുരുതരമാണ്. എന്തായാലും ട്രംപിന്റെ പിന്മാറ്റം ഇറാന്റെ വിജയമായിട്ട് കണക്കാക്കാൻ സാധിക്കുമോ എന്നതാണ് പലരും ഉറ്റുനോക്കുന്നത്. ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലെ അമേരിക്ക ഇറാൻ ചർച്ച ഒടുവിൽ പ്രഹസനമായിട്ട് അവസാനിച്ചിരിക്കുകയാണ്. ഇറാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾക്ക് മുന്നിൽ തന്ത്രപരമായിട്ട് മുട്ടുമടക്കേണ്ടി വന്ന അമേരിക്ക തങ്ങളുടെ ദൂതന്മാരുടെ സന്ദർശനം അവസാന നിമിഷം റദ്ദാക്കി തടിതപ്പുകയായിരുന്നു. മധ്യസ്ഥൻ എന്ന പദവി ലക്ഷ്യമിട്ട് ആവേശത്തോടെ കളത്തിലിറങ്ങിയ പാകിസ്ഥാനാകട്ടെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ നാണക്കേടാണ് ഈ സംഭവത്തോടെ നേരിട്ടിരിക്കുന്നത്. ഏകദേശം ഒരാഴ്ചയോളം ഇസ്ലാമാബാദിനെ പൂർണ്ണമായിട്ടും സ്തംഭിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ വെറുതെയായി എന്ന് വേണം പറയാൻ. അതായത് ഇറാനിയൻ പ്രതിനിധികൾ മടങ്ങിയതോടൊപ്പം അമേരിക്കൻ ദൂതന്മാർ വരില്ല എന്ന് ഉറപ്പായതോടെ മാത്രമാണ് പാകിസ്ഥാൻ അധികാരികൾക്ക് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തേണ്ടി വന്നത്. ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് പാകിസ്ഥാൻ ഒരുക്കിയ ലോക്ക്ഡൌൺ സാഹചര്യങ്ങൾ ഒരു ഗുണവുമില്ലാതെ അവസാനിച്ചത് ഷഹബാസ് ഷെരീഫ് സർക്കാരിന് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. വലിയ രീതിയിൽ മധ്യസ്ഥത നിന്നുകൊണ്ട് ചർച്ചകളൊക്കെ ഒരുക്കി നിന്നതാണ്. പക്ഷേ എല്ലാം പാടെ പൊളിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അപ്രതീക്ഷിത തീരുമാനങ്ങളാണ് ഈ നയതന്ത്ര നീക്കങ്ങളെ അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുന്നത്. 18 മണിക്കൂർ വിമാനം പറന്നു ചെന്ന് അവിടെ ഒന്നും സംസാരിക്കാതെ ഇരിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് ട്രംപ് വ്യക്തമാക്കിയതോടെ അമേരിക്കയുടെ ചർച്ചകളോടുള്ള ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടുകയാണ്. നമുക്കറിയാം ട്രംപിന്റെ ആത്മാർത്ഥത എത്രത്തോളമാണുള്ളത്, ട്രംപിന്റെ നിലപാടുകൾ എങ്ങനെയാണ് എന്നൊക്കെ. എന്തായാലും യഥാർത്ഥത്തിൽ ഇറാന്റെ കരുത്തുറ്റ നിലപാടുകളെ ഭയന്നാണ് അമേരിക്ക ഈ ഒരു പിന്മാറ്റം നടത്തിയത് എന്ന അഭ്യൂഹം ശക്തമാണ്. അമേരിക്കയ്ക്ക് എല്ലാ അവകാശങ്ങളും ഉണ്ടെന്നും ഇറാന് വേണമെങ്കിൽ തങ്ങളെ വിളിക്കാമെന്നും ട്രംപ് വീമ്പിളക്കുമ്പോഴും ഇറാൻ അതിന് വഴങ്ങുന്ന ലക്ഷണമില്ല. ഇറാൻ അതിന്റെ ആവശ്യവുമില്ല. പാകിസ്ഥാനിലെത്തിയ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി അമേരിക്കയുമായിട്ട് നേരിട്ടുള്ള ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറല്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞതാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത്. അമേരിക്കയുടെ മേധാവിത്വത്തിന് മുന്നിൽ തല കുനിക്കില്ല എന്ന ഇറാന്റെ പ്രഖ്യാപനം അമേരിക്കയെ വല്ലാതെ തന്നെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. കാരണം അമേരിക്കയാണല്ലോ ലോക പോലീസും ലോക ശക്തി എന്നും പറഞ്ഞു വന്നത്. പക്ഷെ അമേരിക്കയ്ക്ക് മുന്നിൽ യാതൊരു ചർച്ചയും നേരിട്ട് ഞങ്ങൾ നടത്തില്ല എന്ന് പറയുന്ന ഇറാന്റെ നിലപാട് എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ട് കാണരുത്. കാരണം ഒരിക്കൽ പോലും അമേരിക്കയുടെ മുന്നിൽ അടിയറവ് പറയില്ല. ഞങ്ങൾ യുദ്ധമെങ്കിൽ യുദ്ധം, ചർച്ചയെങ്കിൽ ചർച്ച എന്ന രീതിയിലേക്കായിരിക്കും ഞങ്ങൾ കാര്യങ്ങൾ കൊണ്ടുപോവുക. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ മുന്നിൽ മുട്ടുമടക്കുകയോ കീഴടങ്ങുകയോ ഞങ്ങൾ ചെയ്യില്ല എന്നതിന്റെ ഏറ്റവും ഉറച്ച നിലപാടാണ് ആ സമാധാന ചർച്ചയിൽ അവർ നേരിട്ട് ചർച്ചയ്ക്ക് പങ്കെടുക്കില്ല എന്ന് വ്യക്തമാക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏപ്രിൽ 11 ആരംഭിച്ച മാരത്തൺ ചർച്ചകൾ മുതൽ ഇറാന്റെ നിലപാടുകളിൽ മാറ്റമില്ലായിരുന്നു. 21 മണിക്കൂർ നീണ്ട ആ ചർച്ചകളിൽ പുരോഗതി ഉണ്ട് എന്ന് ലോകത്തെ വിശ്വസിപ്പിക്കാൻ അമേരിക്ക ശ്രമിച്ചെങ്കിലും ഇറാൻ ഒരു കരാറിലും ഒപ്പിടാൻ തയ്യാറായില്ല. അമേരിക്കയുടെ വാഗ്ദാനങ്ങൾ വെറും പാഴ്വാക്കുകളാണെന്ന് തിരിച്ചറിഞ്ഞ ഇറാൻ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഉറച്ചു നിന്നു. ഏപ്രിൽ 24 വൈറ്റ് ഹൗസ് തങ്ങളുടെ ദൂതന്മാരായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫിനെയും ജറേഡ് കുഷ്നെയും ഇസ്ലാമാബാദിലേക്ക് അയക്കുമെന്ന് പ്രഖ്യാപിച്ചത് വലിയ വാർത്തയായിരുന്നു. എന്നാൽ അതേസമയം തന്നെ പാകിസ്ഥാനിലെത്തിയ ഇറാൻ മന്ത്രി അരാഗ്ചി അമേരിക്കൻ പ്രതിനിധികളുമായിട്ട് യാതൊരു കൂടിക്കാഴ്ചയും നിശ്ചയിച്ചിട്ടില്ല എന്ന് ഇറാനിൽ നിന്ന് സന്ദേശം നൽകി. ഇത് അമേരിക്കയുടെ നയതന്ത്ര നീക്കങ്ങളെ പൂർണ്ണമായിട്ടും നിഷ്പ്രഭമാക്കി. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറുമായിട്ടും പ്രധാനമന്ത്രിയുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയ അരാഗ്ചി അമേരിക്കൻ പ്രതിനിധികൾക്ക് വേണ്ടി കാത്തു നിൽക്കാതെ ഒമാനിലേക്ക് പോയി. തങ്ങളുടെ സമയം പാഴാക്കാൻ ഇറാൻ തയ്യാറല്ല എന്ന വ്യക്തമായിട്ടുള്ള സന്ദേശമായിരുന്നു ഇത്. ഇതോടെയാണ് ഗത്യന്തരമില്ലാതെ ട്രംപ് തന്റെ ദൂതന്മാരുടെ സന്ദർശനം ഔദ്യോഗികമായിട്ട് റദ്ദാക്കിയത്. മാധ്യമമായിട്ടുള്ള ആക്സിഡോസിനോട് ഇറാനിൽ യുദ്ധം പുനരാരംഭിക്കില്ല എന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിലും പശ്ചിമേഷ്യയിൽ അമേരിക്കൻ താല്പര്യങ്ങൾ തകരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇറാന്റെ ആണവ കരുത്തിനെയും സൈനിക ശക്തിയെയും ഭയക്കുന്ന അമേരിക്ക ഉപരോധങ്ങൾ കൊണ്ട് തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഇറാൻ കൂടുതൽ കരുത്താർജിക്കുകയാണ്. ഉപരോധങ്ങൾക്കിടയിലും ലോകരാഷ്ട്രങ്ങൾക്കിടയിലും സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇറാന് സാധിക്കുന്നു.
ഈ ഒരു സന്ദർഭത്തിൽ പാകിസ്ഥാന്റെ പങ്ക് ഏറെ വിമർശിക്കപ്പെടുന്നുണ്ട്. അമേരിക്കയെ പ്രീണിപ്പിക്കാനും അതേസമയം ചൈനയുടെയും ഇറാന്റെയും ഇടയിൽ മധ്യസ്ഥനാകാനും ശ്രമിച്ച പാകിസ്ഥാൻ ഒടുവിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും പാകിസ്ഥാൻ അറിയത്തില്ല. അവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചായിരുന്നല്ലോ ഈ ഒരു നിയന്ത്രണങ്ങളും സുരക്ഷയും ലോക്ക്ഡൌണും ഒക്കെ കൊണ്ടുവന്നത്. പക്ഷെ അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി. അമേരിക്കയെ വിശ്വസിച്ച പാകിസ്ഥാന് എട്ടിന്റെ പണി കിട്ടി എന്ന് വേണം പറയാൻ. കാരണം ഒരിക്കൽ പോലും വിശ്വസിക്കാൻ കൊള്ളാൻ പറ്റാത്ത ഒരാളാണ് ട്രംപ്. ആ ആളെ പോയി വിശ്വസിച്ച് ഇത്തരം കാര്യങ്ങൾ അവരെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് പാകിസ്ഥാൻ എടുത്തിരിക്കുകയാണ്. എന്നിട്ട് അവസാനം എന്തായി? അവസാനം പാകിസ്ഥാൻ ഒറ്റയ്ക്കായി. പാകിസ്ഥാനെ ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ പരിചാരിക്കുകയാണ്. എന്തായാലും നയതന്ത്രപരമായിട്ട് പക്വതയില്ലാത്ത നീക്കങ്ങളാണ് പാകിസ്ഥാൻ നടത്തിയത് എന്നാണ് ഈ ആഴ്ചയിലെ സംഭവവികാസങ്ങൾ തെളിയിക്കുന്നത്. ചുരുക്കത്തിൽ ഇസ്ലാമാബാദിലെ നയതന്ത്ര സ്തംഭനം ഇറാന്റെ വിജയമായിട്ടും അമേരിക്കയുടെയും പാകിസ്ഥാന്റെയും പരാജയമായിട്ടും കണക്കാക്കാം. അമേരിക്കയുടെ കപട വാഗ്ദാനങ്ങൾക്കും ഭീഷണികൾക്കും ഇറാൻ വഴങ്ങുന്നില്ല എന്ന് മാത്രമല്ല, ആഗോള രാഷ്ട്രീയത്തിൽ തങ്ങളുടെ നിലപാട് കൂടുതൽ ശക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി അമേരിക്ക ഏത് വഴി സ്വീകരിക്കും എന്ന ലോകം ഉറ്റുനോക്കുകയാണ്. ചുരുക്കത്തിൽ ഉപരോധങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ സൈനിക ഭീഷണികൾ കൊണ്ടോ തളർത്താൻ കഴിയാത്ത വിധം ഇറാൻ തങ്ങളുടെ രാഷ്ട്രീയവും നയതന്ത്രവുമായിട്ടുള്ള അടിത്തറ ശക്തമാക്കിയിരിക്കുകയാണ്. ഇസ്ലാമാബാദിലെ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് തങ്ങൾ സമാധാനത്തിന് തയ്യാറാണെന്നും എന്നാൽ അത് അന്തസ്സോടെയുള്ള കരാറുകൾക്ക് മാത്രമാണെന്നും അവർ തെളിയിച്ചു. അമേരിക്ക എത്രയൊക്കെ സമ്മർദ്ദം ചെലുത്തിയാലും സമയവും സാഹചര്യവും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ ഇറാന് കഴിയുന്നുണ്ട്. ട്രംപിന്റെ പോരാട്ട വീര്യത്തെക്കാൾ ഇറാന്റെ ക്ഷമയും പ്രായോഗിക ബുദ്ധിയുമാണ് ഇപ്പോൾ യുദ്ധകളത്തിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ ആധിപത്യത്തിനെതിരെയുള്ള ഇറാന്റെ ഒരു നിശബ്ദ വിപ്ലവം ലോകക്രമത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിയേക്കാം. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഇറാൻ നടത്തുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചകൾ നടന്നാലും ഇല്ലെങ്കിലും അവരുടെ രാജ്യം പിടിച്ചെടുക്കുക, അവരുടെ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുക, ജനത അല്ലെങ്കിൽ ആ ജനതയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ നോക്കുക, അല്ലെങ്കിൽ തങ്ങളുടെ മണ്ണ് ഒരിക്കൽ പോലും വിട്ടുകൊടുക്കാതിരിക്കുക, അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങാതിരിക്കുക എന്ന കാര്യങ്ങളൊക്കെ ഊന്നി വെച്ചുകൊണ്ട് അവർ അവരുടെ നടപടികളിലേക്ക് മുന്നോട്ട് പോവുകയാണ്. ഇതാണ് കാണാൻ സാധിക്കുന്നത്. അത്തരം ഒരു നീക്കങ്ങളിൽ ഇറാൻ അതീവ ജാഗരൂകരായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ഇത്തരം കപട കാര്യങ്ങൾ കൊണ്ട് ട്രംപ് വരുമ്പോൾ അതിനെ ഒന്നും നോക്കിക്കാണാനുള്ള സമയം പോലും ഇറാനില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് അടുത്ത ലക്ഷ്യം, അടുത്തത് എന്താണോ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യങ്ങളിൽ നിലപാടുകൾ വ്യക്തമാക്കി അത്തരം നീക്കങ്ങളോടെ പോവുകയാണ് ഇറാൻ ചെയ്യുന്നത്. എന്തായാലും ഈ ഇറാന്റെ നിലപാട് ഇങ്ങനെ നീട്ടുമ്പോൾ മറ്റൊരു കാര്യം കൂടി വ്യക്തമാണ്. അമേരിക്ക ലോകത്തിന് മുന്നിൽ മുട്ടുമടക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എല്ലാം കൊണ്ടും ഒരു ഒഴിഞ്ഞ കവർ പോലെയാണ്. ആ കവറിനകത്ത് ഒന്നുമില്ല, സൈനികരില്ല, തന്റെ ജനത ഇപ്പം പിന്മാറുന്നൊരവസ്ഥ, അതുപോലെ തന്നെ ആയുധങ്ങളില്ലാത്തൊരവസ്ഥ, ഒരു കാലിക്കവർ പോലെ മാറിയിരിക്കുകയാണ്. ഇറാന്റെ ഒരു ശക്തമായിട്ടുള്ള കാറ്റ് വന്നു കഴിഞ്ഞാൽ പറന്നു പോകാൻ പാകത്തിന് ഇപ്പോൾ അമേരിക്ക ആയി കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അമേരിക്കയെ ഭയപ്പെടുത്തുന്നത്. നോക്കിക്കേ, എല്ലാം കൊണ്ടും മുടിഞ്ഞ് തകർന്ന് നാശമായിട്ടിരിക്കുന്ന അമേരിക്കയാണ് കാണാൻ സാധിക്കുന്നത്. ട്രംപിന്റെ അഹങ്കാരത്തിന് കിട്ടിയ ഏറ്റവും വലിയ പണി കൂടിയാണിത്. അതായത് വെനസ്വേല പിടിച്ചടക്കാം, പണ്ട് മുതലേ ഞങ്ങൾ കുറച്ച് രാജ്യങ്ങൾ കീഴടക്കിയതാണ്, ഞങ്ങൾ രാജ്യങ്ങളെ മേൽ വലിയ അധികാരം കൊണ്ടുവന്നതാണ്, ലോകത്തിന്റെ പോലീസ് എന്ന് പറയുന്നത് ഞങ്ങളാണ്, ഞങ്ങളെ കഴിഞ്ഞ ഒരു ശക്തിയും ഇല്ല എന്ന് വിചാരിച്ച ഈ അമേരിക്കയുടെ ചിന്തകൾക്ക് കടിഞ്ഞാൻ ഇട്ടുകൊണ്ടായിരുന്നു ഇറാന്റെ ഒരു പ്രത്യാക്രമണം എന്ന് പറയുന്നത്. ഇന്നും ഇറാൻ പ്രത്യാക്രമണം ചെയ്ത് തന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ മുട്ടുകുത്തുന്നത് അമേരിക്കയാണ്. അമേരിക്കയുടെ ആയുധങ്ങളില്ല, സൈനികരില്ല, ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ആകെ മൊത്തത്തിൽ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്കും കഷ്ടത്തിൽ നിന്ന് കഷ്ടത്തിലേക്കും പോകുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ അമേരിക്ക പോയിക്കൊണ്ടിരിക്കുന്നത്.